ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നാസിക്കിലെ ഇഗത്പുരിയിലെ മൗണ്ടൻ ഷാഡോ റിസോർട്ടിൽ ഞങ്ങളൊരു മാരേജിന് വേണ്ടി വന്നതാണ്. ഇപ്പം ഞങ്ങൾ ആ ഗേറ്റ് കടന്ന് മൗണ്ടൻ ഷാഡോ റിസോർട്ടിലേക്ക് അകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉച്ചയ്ക്കൊരു 2:30 ആയപ്പോൾ പൂനെയിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇപ്പം ഏകദേശം രാത്രി 9:30 മണിയോടെ ഞങ്ങളിവിടെ മൗണ്ടൻ ഷാഡോ റിസോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ എത്തുന്ന സമയം ഇവിടെ സംഗീതം നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഫങ്ഷനിലാണ്. അപ്പം പോയി റൂമിൽ ചെന്ന് ഫ്രഷ് ആയിട്ട് വേണം ഞങ്ങൾക്ക് സംഗീതം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം കാറ് പാർക്ക് ചെയ്യാനുള്ള ഒരിടം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇന്ന് താമസിക്കാൻ പോകുന്ന റൂമിൻ്റെ റൂം ടൂർ ഒന്ന് കണ്ടാലോ ഗായ്സ്. രാവിലെ 8 മണിക്കാണ് മാരേജ്. രാവിലെ മാരേജിൻ്റെ തിരക്കെല്ലാം കഴിഞ്ഞ് ഇപ്പോഴാണെന്ന് ഫ്രീ ആയത്. അപ്പോൾ എല്ലാവരും മാരേജ് കഴിഞ്ഞ് എല്ലാവരും റെസ്റ്റ് ചെയ്യുകയാണ്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയിരിക്കുകയാണ്. ആ സമയത്ത് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് നടന്ന് മൗണ്ടൻ റിസോർട്ട് മൊത്തം ഒന്ന് കറങ്ങി വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ഇവിടുത്തെ രാവിലത്തെ വ്യൂ. പക്ഷേ രാവിലെ നല്ല വെയിലുണ്ടെങ്കിലും നല്ല തണുപ്പാണ് ഇവിടെ. രാവിലെ എണീച്ച സമയം ഞാൻ നോക്കിയപ്പോൾ 13-14 ഡിഗ്രി ഇരിക്കുകയായിരുന്നു. നല്ല തണുപ്പെന്ന് വെച്ചാൽ വെള്ളം പോലും തൊടാൻ പറ്റില്ല. ഇപ്പം ഏകദേശം തണുപ്പൊക്കെ മാറി എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇപ്പം മാരേജ് കഴിഞ്ഞു. മാരേജിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. ഞങ്ങളും ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് അങ്ങനെ റിസോർട്ടിൽ നടക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. ആമിയുടെ കുറച്ച് ഫോട്ടോസ് എല്ലാം എടുക്കണം. ആമിയുടെ കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത് അങ്ങനെ നടക്കുമായിരുന്നു ഞങ്ങൾ. ഇനി ഉച്ചയ്ക്ക് 11 മണിക്കാണ് ഇവിടെ കേരള സദ്യ ഉള്ളത്. അതിനിടയ്ക്ക് എല്ലാവരും ഒരു റെസ്റ്റ് ചെയ്യുന്ന ടൈമാണ്. ആയുഷി ആരിഷിൻ്റെ വിവാഹത്തിന് വേണ്ടിയാണ് ഞങ്ങളിവിടെ വന്നേക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും മൗണ്ടൻ ഷാഡോ റിസോർട്ട് ഏകദേശം എല്ലാ മൗണ്ടൻസിൻ്റെ ഇടയിൽ സെൻട്രലായിട്ടാണ് വരുന്നത്. അതുകൊണ്ടാവും ഈ ഒരു റിസോർട്ടിൻ്റെ ഈ ഒരു പേര് വന്നിരിക്കുന്നത്. അങ്ങനെ ഫോട്ടോഷൂട്ടെല്ലാം കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് ഞങ്ങൾ. സദ്യ കഴിച്ച് കുറച്ച് നേരം വിശ്രമിച്ച് ഒരു 2:30 ഞങ്ങൾ റിസോർട്ടിൽ നിന്ന് ഇറങ്ങി. സദ്യ കഴിച്ച് ക്ഷീണമായതുകൊണ്ട് ഒത്തിരി ദൂരെ ഇറങ്ങി നടന്നു പോകാൻ പറ്റുന്ന സ്ഥലമൊന്നും നോക്കാതെ റോഡ് സൈഡിന് അടുത്ത് എന്തെങ്കിലും ജസ്റ്റ് നല്ലൊരു നദിയോ അങ്ങനെ നല്ല മൗണ്ടൻ ഏരിയ നല്ല സൈറ്റ് സീയിങ്ങിന് വേണ്ടി ഞങ്ങൾ ഇറങ്ങിയതാണ്. എന്നിങ്ങനെ നോക്കി വന്നപ്പം റോഡിനരികത്തായിട്ട് തന്നെ ഒരു നല്ലൊരു സൈറ്റ് സീയിങ്ങിന് പറ്റിയൊരു ഏരിയ വരുന്നുണ്ട്. അവിടെ അടുത്ത് തന്നെയായിട്ട് നല്ലൊരു റിവർ സൈഡും വരുന്നുണ്ട്. നല്ലൊരു ഓപ്പൺ ഏരിയ ആണ്. എന്തായാലും ഇവിടെ ഇറങ്ങിയേക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ആണെങ്കിൽ കാറ് പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ദൂരം നടക്കാനുള്ളൂ. ഒത്തിരി ദൂരം നടക്കാനുള്ളൊരു ഇതില്ല. മൊത്തം ടയേർഡായിരിക്കുകയാണ്. രാവിലെ എണീച്ചതല്ലേ, ഫുഡെല്ലാം കഴിച്ച് ഞങ്ങൾ ഇറങ്ങിയതുകൊണ്ട് ഒരു ട്രക്കിങ്ങിൻ്റെ ഒരു മൈൻഡില്ല. എന്തായാലും ജസ്റ്റ് ഒന്ന് ഇവിടെ കുറച്ച് നേരം ഫോട്ടോസെല്ലാം എടുത്ത് പോകാമെന്ന് കരുതി. ആമി ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. കാരണം നല്ല ഓപ്പൺ ആയിട്ടുള്ളൊരു സ്പേസാണ്. പിന്നെ കുറേ വെള്ളമെല്ലാം ഉള്ളതുകൊണ്ട് അവൾക്ക് കളിക്കാനുള്ളൊരു മൂഡിലാണ്. അപ്പം എന്തായാലും
എന്തായാലും കുറച്ച് വീഡിയോസും ഫോട്ടോസും എല്ലാം എടുത്തിട്ട് കുറച്ച് നേരം ഇവിടെ നിന്ന് ഒന്ന് റീഫ്രഷ് ചെയ്തിട്ട് തിരിച്ചു പോകാമെന്ന് കരുതി. എന്തായാലും ഇഗത്പുരിയിലെ ഈ ഷോർട്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോ കാണും വരേക്കും ബൈ.